ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മധ്യ ഹിമാലയ ട്രക്കിൻ്റെ 3ാമത്തെ ദിവസത്തിലാണുള്ളത്. 1-2 ദിവസങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ലാസ്റ്റ് നിന്നിരുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു കാട്ടിക്കൂടി ട്രക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലേ, എങ്ങനെയുണ്ട്? വലിയ കാടാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ചെറിയൊരു വഴിയാണിത്. ഈ ഒരു വഴി കൂടിയാണ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് മുകളിൽ പോകുന്നത്. നല്ല തണുപ്പോട്ടോ, കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോകുന്നവരുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 2500 മീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇനി നമ്മളെ പുതിയ ഹിമാലയത്തിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് അന്നപൂർണ്ണ റേഞ്ചസിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളിതാ കാട്ടിക്കൂടിയുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫോറസ്റ്റ് ട്രക്കിങ്. ഫോറസ്റ്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. അതാന്ന് തോന്നുന്നു ഫോറസ്റ്റ് ട്രക്ക് ആയത്. ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് പോകുന്ന ഒരു അഡ്വഞ്ചർ വേണ്ടേ, അതുകൊണ്ട് അവർ തന്നെ ഫോറസ്റ്റിൽ കൂടി വഴിവെട്ടിയതാന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു വഴി കൂടി. ഇന്നലെ കൊടുങ്കാടായിരുന്നു. ഇന്ന് അത്ര ഇല്ല കേട്ടോ. ഇന്നലെ കൊടുങ്കാടായിരുന്നു. വഴിയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കിക്കേ, വഴിയേറ്റി വട്ടായി പോയത്. വഴിയൊന്നും മനസ്സിലാവുന്നില്ല. നേരെയാന്ന് തോന്നുന്നു. ഇലയൊക്കെ വീണ് നടന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പോയ വഴിയും ആകെ രാവിലെ 4 പേരാറ്റ ഇതിലെ കൂടി നടന്നു പോയിട്ടുള്ളൂ. ഇന്നത്തെ ദിവസം ഇച്ചിരി ഹാർഡാട്ടോ. ഫുള്ള് സീം വഴികളാണ്. ഫുള്ള് നമ്മളെ ഇങ്ങനത്തെ ഇലയില്ലേ, ഇലയാണ് ഫുള്ളുള്ളത് വഴിക്ക് മൊത്തം. അതുപോലെ തന്നെ സ്ലിപ്പാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. തണുപ്പും ഉണ്ട്. ഇതാ 5 അതിൽ കുത്താനുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. കുത്തി വാ, കുത്തി കയറാൻ പറ്റും. വലിയ നീ പേടിക്കണ്ട. അങ്ങനെ തന്നെ താങ്ങാൻ പറ്റുന്നില്ലേ. ദിവസം കൂടുതലും ബാഗിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. പക്ഷെ കറങ്ങി വരണം. ഇങ്ങനത്തെ വേരുള്ള വഴിയാട്ടോ മൊത്തം. നോക്കിയേ, ഇങ്ങനത്തെ വഴി കൂടി വേണം നമുക്ക് കയറി പോകാനായിട്ട്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. റോണിച്ചേട്ടൻ പോസ്റ്റാണ് അവിടെ കേട്ടോ. നമ്മളെ നോക്കിയിട്ട് ഇപ്പോഴാണ് കാടായത്. കാട് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം ശരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. കൊടുങ്കാട്. മരങ്ങളൊക്കെ നോക്ക്. നമ്മൾ കാട്ടില് അങ്ങനത്തെ മരങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. ഫുള്ള് വഴിയാണ് ഇത്. ഇങ്ങനത്തെ ഒരു വഴിയും സൗണ്ട് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. കാറ്റിൻ്റെ മരങ്ങളുടെ ഇലകളൊക്കെ വീഴുന്നൊക്കെ സൗണ്ട് നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും. കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നാൽ ഇതൊക്കെ കേട്ട് പോകാൻ പറ്റും. തണുത്ത് മരവിച്ച് പോകും കേട്ടോ. നല്ല തണുപ്പാണ്. പ്രശ്നം തണുത്ത കാറ്റ്. പോവാ. ഞങ്ങളിതാ നടന്ന് ഏതൊക്കെയോ വഴിക്കൂടി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കാട്ടിക്കൂടി തന്നെ ഇങ്ങനെയൊക്കെയുള്ള വഴിയാണിപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയും കുറേ ദൂരം പോകാനുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. റോണി ചേട്ടനെ എങ്ങനെയെങ്കിലും കാണണം. എൻ്റെ മൂപ്പർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം അല്ലേ. മൂപ്പര് പാവം ഉണ്ടാവും, ഫുഡൊന്നും കഴിക്കാൻ അവിടെ ഇരിക്കുകയാണ്. കഷ്ടപ്പാട്. അവിടെ നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റ് ആയതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോകുന്നത്. അറ്റ്ലാസ് നമ്മൾ കടൽ കണ്ടു. പാവം മനുഷ്യൻ. കാത്തുനിന്ന് 11 കാലം കാണാൻ തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, 11 കാലം കറക്റ്റ് 1 മണിക്കൂറാട്ടോ നമ്മൾ ട്രക്കിങ്ങിന് എടുത്തത്. വലിയ പാടൊന്നും ഇല്ലായിരുന്നല്ലേ. പക്ഷെ വിശന്നിരിക്കായിരിക്കും പുള്ളി. പോയി നോക്കാം, വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് പോവാം. നമ്മളങ്ങനെ റോണി ചേട്ടനെ കണ്ട് ഹാപ്പി ആയോ? കൊറേ ബിസ്ക്കറ്റ് എല്ലാം ചാടിപ്പോയി. ഞങ്ങളിതാ മാഗി ഉണ്ടാക്കുക കേട്ടോ. ഇവിടുന്ന് രാവിലെ തന്നെയുള്ള ഫുഡിനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഓട്സ് കുറേ തിന്നോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇതാ മറ്റേ നാരങ്ങയും ആപ്പിളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ കത്തി റേറ്റാണ്, ഒരു പ്രശ്നമില്ല. അവരൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ഇത് ഒരു സ്ഥലത്തുള്ള ഒരു കൊക്ക പോലത്തെ സെറ്റപ്പ് ആട്ടോ. നോക്കിക്കേ, സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്ഥലത്തിൻ്റെ പേരെന്താ? ഡുഡ്കാർക്ക എന്നാട്ടോ പേര്. മച്ചപ്പുച്ച എന്നുള്ള മച്ചപ്പുച്ച ഡിസ്ട്രിക്റ്റിൻ്റെ 8 എന്തോ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബൈക്കൂടെ കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നേ. എന്താ അല്ലേ വഴി, സീം വഴിയാണ് കേട്ടോ നമ്മൾ വന്നത്.
നമ്മളങ്ങനെ വേറൊരു പുള്ളീനെ കണ്ടോട്ടെ ഇവിടുത്തെ. आपका नाम क्या है भैया? मेरा नाम प्रकाश। प्रकाश. ये आपका है? नहीं, मेरा होटल उधर है। ओ उस साइड में. और मेरा इससे दूसरा वाला है। हाँ. मेरा होटल का नाम है होटल ढूंढखर का। डूडखर का. हाँ, ढूंढखर का। हाँ ये गांव का नाम भी ये डूडखर जगह का. का नाम भी ढूंढखर का है। हाँ और आपका मेरा होटल भी का नाम डूडखर का. मैं ओ इधर 4 साल से रहता हूँ। 4 साल. हाँ, वो अच्छा है. इधर सुबह का व्यू बहुत अच्छा रहता है। ओ. इधर से तो 9 माउंटेन देखते हैं। हाँ पूरा अन्नपूर्णा रीजन पूरा देखेंगे. अन्नपूर्णा साउथ भी देखता है। हाँ. और इधर अन्नपूर्णा 2 फोर्थ और लमजुंग हिमाल ओ गंधर्वचली गंगापूर्णा पूरा देखेगा. और फिस्टेल हाँ मैं पूछ रहे. मॉर्दी हिमाल देखता है इधर से। ओके बहुत अच्छा जगह है। वो अच्छा से मिला आपको. ഇത് വേറെ രണ്ടോ ട്രക്കിങ്ങിന് പോകുന്നുണ്ടോ? आपका नाम क्या है? कृष्ण छेत्री। कृष्ण छेत्री. ये आपका है? नहीं मेरा उधर का वो उधर के है. ये पूरा आपको സെയിം സെയിം ആണ്. ആ ഇവരെല്ലാവരും ഒരേപോലത്തെ ഉള്ള ആൾക്കാർ തന്നെ ആട്ടോ ഇവരുടെ. അപ്പോൾ നമ്മളെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വെള്ളമൊക്കെ തന്നത് ഈ പുള്ളി ആട്ടോ ഇതിന്റെ ഓണർ. आपका नाम क्या है? मेरा नाम सुहास। सुहास. ये आपका है? ये आपका है? वो उसका है? इसका है हाँ और उसके बाद का इसका है. ये पूरा लोग ഫ്രണ്ട്സ്. ഇവരെല്ലാവരും ഒരേപോലെ തന്നെയുള്ള ആൾക്കാർ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. ഞാൻ താഴോട്ടേക്ക് പോകുന്നേരം അത് കാണിച്ചു തരാം. ഞാൻ ജാനൊക്കെ ടൈം വീട്ടിലേക്കെങ്ങ. ഓക്കെ ഇതാ രണ്ടാൾക്കാർ ട്രക്കിങ്ങിന് പോകുന്നുണ്ടോ. നമ്മളെ ഇതാ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ 3 ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. ഒന്നിതും നേരത്തെ നമ്മൾ കണ്ടതും പിന്നെ ഒന്ന് ഇതും. ഇനി നമുക്ക് മുകളിൽ ഇങ്ങനെ കയറ്റം കയറി പോകാനുണ്ട് കുറേ ദൂരം. ഞാൻ നോക്കി നോക്കാം. ബൈ. താങ്ക് യു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെയും കാട്ടിക്കൂടി ആട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. 5 മോളിതാ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഓൾ സെറ്റ്. നല്ല തണുപ്പാട്ടോ. അതേപോലെ ഇതാ വെയിൽ കണ്ടോ. ഈ ഭാഗത്ത് മാത്രമേ വെയിലായിട്ട് വരുന്നുള്ളൂ. ബാക്കി മൊത്തം കാട് തന്നെയാണ്, വെയിലില്ല. അപ്പോൾ നമ്മൾ നടന്ന് പോവാ. യെസ് കൊടും കാടാട്ടോ ഇത്. ശരിക്കും കൊടും കാട്. നോക്കിക്കേ. അയ്യോ നമ്മളെത്ര നടന്ന് വന്നിട്ട് വെയിൽ കണ്ടപ്പോൾ എക്സ്പ്രഷൻ നോക്ക്. അവന് വെയിൽ കണ്ട് ഭ്രാന്തായി. കണ്ണിന് കാഴ്ച കൊടുത്ത അതുപോലെ ഉണ്ട്. അവിടെ നട്ട വെയില്. ഇത് നമ്മള് പോയി. നമ്മളിപ്പോൾ ഇതാ കാട്ടിക്കൂടി തന്നെ വന്ന് കുറച്ചു നേരം വേഗം ഇങ്ങനെ വെക്കൂല്ലേ. എന്നിട്ട് പിന്നെയും കയറും. നല്ല വേദനയാണ്, നല്ല വെയിറ്റ് ആട്ടോ ഇത്. കയറ്റിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഫുള്ള് വേര് പോലത്തെ വയ്യാട്ടോ ഇത് കാണുന്നത്. ഫുള്ള് വേര് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇതാ നമ്മളെ അറോണിച്ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം വന്ന് വേറൊരു സ്ഥലത്തെത്തി കേട്ടോ. എന്താ മുഷൽബറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2550 മീറ്റർ ഹൈറ്റിലാട്ടോ. നമുക്കൊരു മൗണ്ടനും ഇപ്പം വിസിബിൾ അല്ല, ഫുള്ള് മൂടി കിടക്കുക കേട്ടോ. അതുപോലെ തന്നെ സൂര്യൻ വരെ നമുക്ക് മര്യാദയ്ക്ക് വിസിബിൾ അല്ല. നമ്മളൊക്കെ ഇതാ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ച്. ശരിക്കും 50 മിനിറ്റായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷേ ഇനിയും 40 മിനിറ്റ് നടക്കാണ്ടെന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഭയങ്കര സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങോട്ടായിരിക്കുമോ ഫോറസ്റ്റ് ക്യാമ്പ്, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. കൊടുങ്കാട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കാടൊക്കെ ഫുൾ പച്ചപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വയ്യാട്ടോ ഇത്. അതിനെക്കൊണ്ട് തന്നെ നടന്നു പോകാൻ പറ്റും. പക്ഷെ ഫുള്ള് കാടാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. സൂര്യൻ്റെ വെട്ടം പോലും കാണാനില്ല. അങ്ങനത്തെ ഒരു വയ്യിലേ. എത്തിയില്ല. ഇനിയും 1/2 മണിക്കൂറും കൂടി എടുക്കും പോവാൻ. ഇതാ കുതിരയുടെ അപ്പിയാട്ടോ ഇതൊക്കെ. ചാണകം. അങ്ങനെ നമ്മളിതാ വീണ്ടും ചിത്രം പ്രോയെ കണ്ടിട്ടുണ്ട്. മർദി ഹിമാലയ ട്രക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അല്ലേ. ഇപ്പൊ എത്ര ദിവസമായി ടോട്ടൽ കറങ്ങി ഇവിടെ? ഇത് 4ാം ദിവസം. 4 ദിവസം 4 ദിവസം കൊണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ 4 ദിവസം വേണം മുകളിലെത്താൻ. നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെയാണ്. സ്പീഡ് പോവാണെങ്കിൽ വേഗം ഇറങ്ങി വരാം. താഴോട്ട് 1 ദിവസം കൊണ്ട് വേണമെങ്കിൽ പൊക്കറ പിടിക്കാം. പക്ഷെ ഫോറസ്റ്റ് ക്യാമ്പ് വേറൊരു വഴിയില്ലായിരുന്നു പോവാൻ. അല്ല, അത് ഗാന്ധർക്കിൽ പോകുന്നതാണ്. നല്ല ദൂരാണ്. മല ഇറങ്ങിയിട്ട് വേണം കയറി പോകണല്ലേ. അപ്പോ നമ്മള് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു പൊക്കാരിൽ വെച്ചിട്ട്. പിന്നെ ഇത് എവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ. പക്ഷെ ഇപ്പം വ്യൂ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ലോ ക്യാമ്പിൽ എത്തിയാൽ നിങ്ങൾക്ക് മാർദി ഹിമാലയം കാണാൻ പറ്റില്ലേ. ഓക്കെ, കാണാം. അടിപൊളി സെറ്റ്. അപ്പൊ ഞങ്ങൾ എന്താ ഇന്ന് ലോ ക്യാമ്പിൽ വരെ പോകുന്നുള്ളൂ. ചൂണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതോ കാട്ടിൽ വെച്ചാണോ ഞങ്ങള് കണ്ടുമുട്ടിയത്.
പോകുന്നതൊക്കെ ഏതോ ഒരു കാടാണ്. ഇവിടെ മൊത്തം കാട് തന്നെയാണ്, വേറെ ഒരു ഇതുമില്ല. ഫുൾ കാട്ടിക്കൂട്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കണ്ടത്. എന്തായാലും കണ്ടത് പിന്നെയും സന്തോഷം. ഓക്കെ, അങ്ങനെ ചിത്രനൊക്കെ കണ്ട് ഞങ്ങൾ കുറേ ദൂരം നടന്നു വന്നിട്ടോ. ഇങ്ങനത്തെ ബൈക്കൂടായിട്ടോ നമ്മൾ വന്നത്. ഇപ്പോൾ 2 വൈയെത്തുന്നൊരു ബൈക്ക് എത്തിയിട്ടുണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈ സെലക്ട് ചെയ്തിട്ട് പോവാട്ടോ. ഇന്ന് റോണിച്ചേട്ടനെ മിസ്സാവില്ല, കാരണം നമ്മൾ ഒരുമിച്ചാട്ടോ പോകുന്നത്. അതെ, ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെങ്ങാത്ത്. അപ്പോൾ നമ്മൾ ഈ ബൈക്ക് പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി എനിക്ക് വേണം ഇന്നലെ പെട്ടോലെ വിടാൻ. 1 മണിക്കൂർ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മോളിൽ കൂടി വന്നത്. എൻ്റെ അവസാനം പെട്ടുപോയി. അതെ, നമ്മളിപ്പോൾ കാട്ടിൽ കൂടി കുറേ നേരം വന്ന് ഇതാ ഇവിടുന്ന് ഇതേപോലെ തന്നെ താഴോട്ടൊരു വഴിയും ഇതൊരു നേരെ ഒരു വഴിയും ഉണ്ട്. അപ്പോൾ താഴോട്ടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതാ ലാൻഡ്രുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി കേട്ടോ. താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ മേലോട്ടേക്ക് കയറണം. അതുപോലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് ഇതാ ഇത് വഴി കേട്ടോ പോകേണ്ടത്. നമ്മൾ നേരെയാണ് പോകേണ്ടത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കേട്ടോ പോകേണ്ടത്. ഫോറസ്റ്റ് ക്യാമ്പിലേക്കുള്ള വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്തിയോ? യെസ്, അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്ര മണിക്കൂർ എടുത്ത്? 2 മണിക്കൂർ എടുത്ത് നമ്മൾ എത്തി. ലേറ്റ് ആട്ടോ, നമ്മൾ നല്ലോണം ലേറ്റാ എത്തിയിട്ടുണ്ട്. ഇവിടെ കേട്ടോ ഫോറസ്റ്റ് ക്യാമ്പ്. ഇവിടെ നിന്ന് എനിക്ക് നടക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഫൈനലി ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമൊക്കെ ആണ്. ഇതാ ഇവരെ ഹോട്ടലായിട്ടത് മാരുതി ഗേറ്റ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇതിൻ്റെ ബേക്കിലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് 2 മണിക്കൂറുണ്ടല്ലോ എത്തിയേ. വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ കുടിച്ച് പോകാനുള്ളത്. വലിയൊരു റിസോർട്ട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇല്ല, എല്ലാം ഇതേപോലത്തെ ബിസിനസ് മൈൻഡാണ്. അതിനുശേഷം നമുക്ക് 2.5 hours. ഓക്കെ, 2.5 മണിക്കൂറാട്ടോ സ്ലോയിൽ പോവാണെങ്കിൽ. അപ്പം നമുക്കൊരു 3 മണിക്കൂർ അല്ലേ, 3-3.5 മണിക്കൂർ. 5:30 നമുക്ക് ലോവർ ക്യാമ്പിൽ എന്തായാലും എത്തണം, ഇല്ലെങ്കിൽ ചത്തുപോകും. ഇപ്പം തന്നെ ഇതാ കൈയൊക്കെ നല്ലോണം ഐസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം, അവിടെ നമുക്ക് തെറിക്കാം. നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇപ്പം കുറേ ദൂരമായില്ലേ. 2:10 അവിടെ ഇറങ്ങിയത്, പക്ഷേ 1/2 മണിക്കൂറാറ്റം കഴിഞ്ഞ് നമ്മൾ നടന്ന് ഇതൊക്കെ ഭയങ്കര സീനാട്ടോ. ഈ വെയിറ്റും കൊണ്ടൊക്കെ കയറാൻ തന്നെ ഭയങ്കര സീനാണ്. ഈ വയ്യാട്ടോ നമ്മൾ പോകേണ്ടത്. കയറ്റായിരുന്നു, ഇത്രയും നേരം നമുക്ക് കുത്തനുള്ള കയറ്റായിരുന്നു. എന്നാ നോക്കിക്കേ, ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഞാൻ ഊരി വെച്ചാട്ടോ. കൈ നല്ല മരവിപ്പായിരുന്നു. ഇപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ട് അല്ലേ. നമ്മൾ വെറുതെ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇടക്കിടക്ക് ഓരോ വെളുത്തുള്ളി വെച്ച് കഴിക്കും, നല്ലതാന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല സുഖമില്ലായിരുന്നു, എല്ലാം ചൂടായി. അപ്പൊ നമുക്ക് പോണ്ടേ. മരങ്ങൾക്കിടയിലൂടെ ചെറിയ വയ്യാട്ടോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ പോണം നമുക്ക്. ആ കാണുന്ന കേട്ടോ ഫോറസ്റ്റ് ക്യാമ്പ്, അങ്ങ് ദൂരെ കാണാൻ പറ്റും നമുക്ക്. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഫുള്ള് കുത്തനുള്ള കയറ്റം മാത്രമാട്ടോ ഇവിടെ ഉള്ളൂ അല്ലേ. എന്ത് സീനാണെന്നറിയാവോ, ഫുള്ള് കുത്തനുള്ള കയറ്റം. കയറി മനുഷ്യൻ്റെ നടുവൊടിഞ്ഞ്. ഇനിയിതാ ഈ ഒരു വഴിക്ക് വേണം നമുക്ക് പിന്നെയും കയറി പോകാനായിട്ട്. കുത്തനെ തന്നെ കേട്ടോ കയറാനുള്ളത് ഇനിയും. എങ്ങനെയുണ്ട് കയറ്റമൊക്കെ? പണിയല്ലേ, ചൂടെടുക്കുന്നു. അയ്യോ, ഇനിയും കുറേ ദൂരം പോകാണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കയറി കേട്ടോ പോണേ. അയ്യോ, ഇത് മൊത്തം കുത്തനെ സ്റ്റെപ്പാ, പണിയാ. മെല്ലെ അല്ല ശ്വാസം കിട്ടില്ല, നല്ല ടാസ്ക്കാണ്. ഞാനിനി ഇത് കയറണം. അയ്യോ, നമ്മളിതാ വെളിച്ചം കണ്ടു കേട്ടോ. ഒരു കയറ്റം കയറിയതാണ്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുകളിലൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു റെസ്റ്റ് ക്യാമ്പ്, ഇതാന്ന് വിചാരിക്കുക അല്ലേ. റെസ്റ്റ് ക്യാമ്പ് ഇതാന്ന് വിചാരിക്കുക. സ്കൈയൊക്കെ ക്ലിയർ ആണ്, പക്ഷെ മൗണ്ടൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടുന്ന്. നമ്മൾ ഇന്നലെ നല്ലോണം കണ്ടില്ലായിരുന്നോ? മുകളിൽ സ്നോഫോൾ ഉണ്ടെന്നാട്ടാ പറഞ്ഞത്. ഒന്നും അറിയില്ല, നമുക്ക് പോകണം. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യില്ലേ. കാടിനുള്ളിൽ പെട്ടുപോകും നമ്മള്. തീരെ വയ്യ, ഭയങ്കര ക്ഷീണാട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ പോവും. അറ്റ് ലാസ്റ്റ് നമ്മൾ മുകളിൽ ബിൽഡിംഗ് ഒക്കെ കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു അതാ റെസ്റ്റ് ക്യാമ്പെന്നാ.
ആയിരിക്കൂലേ, ഒരു തെളിച്ചമൊക്കെ ഉണ്ട്. തെളിച്ചമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ. നിന്റെ മൂക്കെന്താ ചുവന്നിരിക്കുന്നത്? ഓക്കേ, മൂക്കൊക്കെ ചുവന്ന് തുടുത്തു. അയ്യടാ, ഇവിടെ ഇപ്പം ചെറുതായിട്ട് സണ്ണൊക്കെ കാണാം, പക്ഷെ ക്ലിയർ അല്ല ഒന്നും. നമുക്ക് കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി നാളെ പോവുള്ളൂ. അതിനാണ് റെസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ താഴേന്ന് വന്നാട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ ഗോൾഡൻ വ്യൂ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ ഇത്. എൻ്റെ പൊന്നടാ, നമ്മളെ ഈ മാച്ചപ്പുച്ചിരാട്ടോ കാണുന്നത്. എന്ത് രസമാണ് കാണാൻ. അയ്യോ, ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ഹോട്ടൽ റെസ്റ്റ് ക്യാമ്പ് റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. 2600 മീറ്ററിലാണ് നമ്മളുള്ളത്. അവിടെ എന്തോ മരം മുറിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര നോയ്സി ആട്ടോ. അതുപോലെ ഇതാ ഇവിടെ നമ്മളെ മൗണ്ടൻ്റെ വ്യൂ മാനിട്ടാണുള്ളത്. അത് ക്ലിയർ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സെറ്റാവുന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. നോക്കി നോക്കാം. നമ്മളിവിടെ ടെൻ്റ് അടിക്കാം കേട്ടോ. കാരണം റൂമിന് ഇവിടെ വരുന്നത് 400 രൂപയാണ്. അതുപോലെ ഫുഡിന് 600 രൂപയാണ്. പിന്നെ എക്സ്ട്രാ വെള്ളമൊക്കെ വേണമെങ്കിൽ നല്ല പൈസ വേണം. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാൻ 500 രൂപയും വെള്ളത്തിന് 200 രൂപയും. കാരണം ഇവിടെ വേറെ സ്ഥലത്തും വെള്ളം കിട്ടാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ നമുക്ക്. അതുകൊണ്ടാണ് വേറെ നിവൃത്തിയില്ല. നമ്മൾ ഇന്നേവരെ ട്രാവലിൽ വെള്ളം ഇതുവരെ വാങ്ങിയിട്ടില്ല. റൂമിന് പൈസ ആകെ തായിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്ത് എക്സ്ട്രാ ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തണുപ്പാണ്. അപ്പോൾ നമുക്ക് ടെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. റൂമിന് 800 രൂപ കൊടുക്കണം, ഫുഡിന് വേറെ 600 കൊടുക്കണം, വെള്ളത്തിന് വേറെയും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 2000 രൂപേൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 700 രൂപക്ക് പരിപാടി മൊത്തം കഴിഞ്ഞ് ഞങ്ങൾ 2 പേർക്കും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുക. ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും രാത്രി വെറുതെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോവാണ്. നാളെ നമുക്ക് നല്ല വ്യൂ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? കിട്ടിയാൽ മതിയായിരുന്നു. നല്ല വ്യൂ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തൂല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടെൻ്റ് അടിക്കുകയാണ്. നമ്മളെ ടെൻ്റ് അടി കഴിഞ്ഞു കേട്ടോ. തണുപ്പായിരിക്കും, അതിനെ കൊണ്ടാണ് ബ്ലാങ്കറ്റ് വെച്ചത്. ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഓവർ ഓവർ നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാ? ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ അച്ചാറും ഉണ്ട്. നമ്മൾ അടിപൊളി ചോറ് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ടാണിത്. അപ്പോൾ ഇത് വേഗം കഴിക്കട്ടെ. നമ്മൾ അടിപൊളി ഫ്രഷ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. നമ്മൾ ഇന്ന് തന്ന അപ്പൂപ്പൻ തന്ന ബ്രോക്കോളിയാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. 6 മണിക്ക് തന്നെ എണീച്ചല്ലേ? ഒടുക്കത്തെ തണുപ്പല്ലേ, മരവിച്ച് പോകുന്ന പോലത്തെ തണുപ്പ്. നമ്മൾ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ ഇത് രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കാരണം നേരത്തെ എണീച്ച് പോകാനുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലുമൊക്കെ എത്തണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും, പൈസയും പോവും. വീട്ടിൽ നമ്മൾ താഴേന്ന് ഇങ്ങനെ ഇപ്പം തണുപ്പടിച്ച് പുലച്ചക്കല്ല തുടങ്ങി, പുലച്ചക്ക് താഴേന്ന് മുകളിലോട്ടേക്ക് തണുപ്പടിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ജാക്കറ്റ് ഇട്ടതിനെ കൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ താങ്ങി. ഇപ്പോൾ നല്ല തണുപ്പായി. പിന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങി എണീച്ചാട്ടോ. ഇന്നലെ തന്നെയാണെങ്കിൽ കുറച്ച് ഉറങ്ങിക്ക് കൂടുതൽ, നല്ലോണം ഉറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ രാവിലെ പുലച്ചായപ്പോൾ തന്നെ അടിയിൽ നിന്ന് നല്ല തണുപ്പ് മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. രാവിലത്തെ വ്യൂ ആട്ടെ ഇത്. എന്ത് രസമാണെന്നറിയാമോ കാണാൻ. നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്. സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇങ്ങനെ അധികം നേരം പുറത്ത് വെക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. ഇവിടെ ഐസൊക്കെ ഉണ്ട്. ലൈറ്റ് കാണിച്ചു തരുമോ എനിക്ക്? ലൈറ്റ് കാണിച്ചു തരുമോ? ഇതൊക്കെ ഐസാട്ടത്. ടെൻ്റ് ഫുൾ ഐസായതാ. ഒരു സൈഡിലൊക്കെ ഉണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. വേഗം അകത്ത് വരട്ടോ. ഇവിടെ നമ്മളപ്പോൾ രാവിലെ എണീച്ചിട്ട് റെസ്റ്റോറൻറ്റ് മുമ്പിലൊക്കെ വന്ന കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സൂര്യൻ ഇങ്ങനെ ഉദിക്കാനുള്ള സമയമായിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. സൂര്യൻ ഇങ്ങനെ ഉദിക്കാനുള്ളൊരു പറഞ്ഞ് നമുക്കറിയാം വാം കളർ കാണാൻ പറ്റും മുകളിൽ. അതുപോലെ നമ്മളെ മച്ചപ്പൂച്ചറിയാ ഇങ്ങനെ കാണാൻ പറ്റും. എന്ത് രസമാണ് കാണാൻ. അയ്യോ, ഇനിയിപ്പോൾ ഗോൾഡൻ വ്യൂ കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പൊളിക്കും. സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് എത്തണം കേട്ടോ. അപ്പോഴാണ് ഗോൾഡൻ വ്യൂ വരിക. അപ്പോഴേക്കും ഇത് സെറ്റാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇപ്പോൾ അടുത്തടുത്താട്ടോ നമ്മളുള്ളത്. അതുപോലെ നോക്കിക്കുക, ഇവിടെയൊക്കെ ഐസാട്ടോ ഫുള്ളായിട്ട്.
നമ്മുടെ അവിടെ റൂമിൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് ഇതൊക്കെ ഐസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവ നിമിഷം കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരികയാണ്. അതുപോലെ നമ്മളെ മാച്ചപ്പുച്ചര ഇതാ നോക്കിക്കേ, എന്ത് രസാലേ കാണാനായിട്ട്. അയ്യോ, ഇത്രയും അടിപൊളി വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സൈഡിൽ സൂര്യൻ ഉദിക്കുന്നതും ഒരു സൈഡിൽ മഞ്ഞുമലേൻ്റെ മുകളിൽ മറ്റേ സൂര്യൻ്റെ വെളിച്ചം വരുന്നതും അടിപൊളി രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ അഞ്ചു എങ്ങനെയുണ്ട്? അഞ്ചിൻ്റെ മുഖം നോക്കി വിറച്ചെടുക്കട്ടോ. അല്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ഈ ഒരു വ്യൂ കാണാറുള്ളൂ. എൻ്റെ കൈയൊക്കെ വിറച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമ്മളപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ. കിടിലൻ വ്യൂ കേട്ടോ. എന്ത് രസമായെന്നറിയാമോ കാണാനായിട്ട്. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനത്തെ അപൂർവ നിമിഷങ്ങളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറും തോറും ഇതിനേക്കാൾ അടിപൊളി വ്യൂ വരുന്നതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം അതുപോലെ നല്ല വ്യൂ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ സൂര്യനൊക്കെ വെച്ച് മുകളിലെത്തി നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തില്ലേ. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ മാച്ചപ്പുച്ചിര കേട്ടോ ഇത് നിൽക്കുന്നത്. എന്ത് രസാലേ കാണാൻ. നേരത്തെ ഗോൾഡൻ കളറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഗോൾഡൻ കളർ ഉണ്ട്. നമ്മളെ ഫോണിൻ്റെ ഒരു കുഴപ്പമാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ കാണുന്ന ഒരിക്കലും നമുക്ക് ഒരു സാധനത്തിന് ഒപ്പിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലാട്ടോ നമുക്ക് ഈ ഒരു വ്യൂ ദൃശ്യമായിരിക്കുന്നത്. ഇവിടെയും നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നോക്കിയേ ഫുൾ ഐസാട്ടോ. നമ്മൾ ടെൻറ്റിൻ്റെ മുകളൊക്കെ ഇതേപോലെ തന്നെയുള്ള ഐസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം കേട്ടോ. ഇവർ നമ്മളോട് തന്നെ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. എന്ത് പറയുന്നു നീ? ഫുൾ ഐസാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തുടക്കും, എന്നിട്ട് പിന്നെയും വീഡിയോ എടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ. ബേക്കിൽ നോക്കിക്കേ എന്താണല്ലേ. ഇനി അതിൻ്റെ അപ്പുറം അതിൻ്റെ അങ്ങനത്തെ അടിപൊളി മഞ്ഞുമല കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഈ ഒരു മല കഴിഞ്ഞാൽ. എന്തായാലും നോക്കി നോക്കാം. ഞങ്ങളങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ടിതാ എന്താ തിന്നുന്നേ? ഓട്സും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഓട്സൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഇതാ റോണി ചേട്ടൻ ഇതാ അവിടെ നിന്ന് ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പുള്ളി. അപ്പോൾ നമുക്ക് ഇതൊക്കെ തിന്നതിൻ്റെ വേഗം പാക്ക് ചെയ്യണ്ടേ? വേഗത്തിൽ പോകണം. ഇന്നെങ്കിലും നമുക്ക് നേരത്തെ ഇറങ്ങണം. ദിവസമായിട്ട് നമ്മളിങ്ങനെ ലേറ്റായി പോയിക്കൊണ്ടിരിക്കുക. വേഗം തിന്നട്ടെ. പുള്ളിയുടെ ഹോട്ടലുണ്ട് കേട്ടോ ഹൈ ക്യാമ്പിൽ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിസാൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഈ വാണ്ടറിങ് നൊമാഡ് പുള്ളിക്ക് നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ പുള്ളിക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇന്നലെ നിന്ന് ഹോട്ടലിൻ്റെ സൈഡ്. ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നത്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ രാവിലെ തന്നെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ മുടിയൊന്നും നോക്കണ്ട കേട്ടോ. രാവിലെ തന്നെയാണ് നേരെ ഹൈ ക്യാമ്പിലേക്ക് പോകാനുണ്ട്. എത്തുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഒരു 7 മണിക്കൂർ. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് 5 മണിക്കൂറാണ്. നമുക്കൊരു 7 മണിക്കൂറെങ്കിലും മിനിമം നടന്ന് പോകേണ്ടി വരും. എന്തായാലും നോക്കി നോക്കാം. ലേറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇന്ന് Day 4 ആണ്. Day 3 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെക്ക് ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല മാർദി ഹിമാലയ കാഴ്ചകളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.